السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും നിശ്ചയമായും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? ആരുമില്ല തന്നെ. മനുഷ്യർ പലതും പറയുന്നു, പ്രഖ്യാപിക്കുന്നു, പ്രചാരവേല ചെയ്യുന്നു, പലതിലേക്കും ക്ഷണിക്കുന്നു. ഇവരിൽ വച്ച് ഏറ്റവും നല്ല വക്താവ് ഏതാണ്? 3 കാര്യങ്ങൾ ആരിൽ സമ്മേളിച്ചിട്ടുണ്ടോ അവരാണ് അതെന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമതായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതായത് തൗഹീദിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിക്കുകയും അതിനുവേണ്ടി ഉപദേശവും പ്രചാരവും നടത്തുകയും ചെയ്യുക. രണ്ടാമതായി സൽക്കർമ്മം ചെയ്യുക. അന്യരെ ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ നിഷ്കളങ്കനും മാതൃകായോഗ്യനുമായിരിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് അവൻ സ്വന്തം നിലയ്ക്കും മറ്റുള്ളവരുടെ ഉപദേശകനെന്ന നിലയ്ക്കും സദ്വൃദ്ധനായി തീരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവൻ വഞ്ചകനും കപടനുമായിരിക്കും. മൂന്നാമതായി ഞാനൊരു മുസ്ലിമാണ്, അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറയുക. അതെ, പരസ്യമായും ധൈര്യസമേതവും അത് തുറന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. അതവന്റെ വിശ്വാസദാർഢ്യത്തെയും കർമ്മധീരതയെയും സ്ഥിരചിത്തതയെയും കുറിക്കുന്നു. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ادفع بالتي هي أحسن فإذا الذي بينك وبينه فإذا الذي بينك وبينه عداوة كأنه ولي حميم. നന്മയും തിന്മയും സമമാവുകയില്ല തന്നെ. കൂടുതൽ നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ തടുത്തുകൊള്ളുക. എന്നാൽ നിന്റെയും യാതൊരുവന്റെയും ഇടയിൽ വല്ല ശത്രുതയുണ്ടോ അവൻ ഉറ്റ ബന്ധു എന്ന പോലെ ആയിരിക്കുന്നതാണ്. വളരെ മഹത്തായ ഒരു തത്വമാണ് ഈ വചനം ഉൾക്കൊള്ളുന്നത്. നന്മയും തിന്മയും സമമാവുകയില്ല. വലാ തസ്തവിൽ ഹസന വഇല സയ്യിഅ എന്നതാണ് ആ തത്വത്തിന്റെ അടിത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തതായി ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇതാണ്: ഇങ്ങോട്ട് ചെയ്തതുപോലെ അങ്ങോട്ടും സമത്തിന് സമമായി പ്രവർത്തിക്കുന്നവനല്ല ബന്ധം പാലിക്കുന്നവൻ, പക്ഷേ തന്നോട് ബന്ധം മുറിക്കപ്പെട്ടാൽ അങ്ങോട്ട് ആ ബന്ധം പാലിക്കുന്നവനാണ് ബന്ധം പാലിക്കുന്നവൻ. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: നിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളോട്
അവന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തുല്യമായി മറ്റൊരു പ്രതികാര നടപടിയും നിനക്ക് എടുക്കാനാവില്ല. നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.